ഈശോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിത് 30-ാം ദിവസത്തിലേക്ക് ഇന്നെത്തി. വലിയ അനുഗ്രഹങ്ങൾ കർത്താവ് നിങ്ങൾക്ക് ചൊരിഞ്ഞുകൊണ്ടിരിക്കും. എത്രമാത്രം വില കൊടുക്കുന്നു അത്രയേറെ അഭിഷേകം നമുക്കുണ്ടാവും. പലപ്പോഴും നമ്മൾ പല പ്രാർത്ഥനയിൽ പങ്കുചേരും, എന്നാൽ നമുക്ക് കർത്താവിനോടൊരു സ്നേഹം തോന്നുന്നില്ല, ദൈവവചനം വായിക്കാൻ തോന്നുന്നില്ല, കുമ്പസാരിക്കാൻ തോന്നുന്നില്ല, ദൈവിക കാര്യങ്ങളോട് താല്പര്യമില്ല, ഞായറാഴ്ച കുർബാനയ്ക്ക് പോകാൻ പറ്റുന്നില്ല. പെട്ടെന്ന് എതിർ ചിന്തകൾ, നിരീശ്വര ചിന്തകൾ, യുക്തി ചിന്തകൾ, യുക്തിവാദങ്ങൾ ഒക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴെങ്കിലും വായനയോ മറ്റേതെങ്കിലും രീതിയിൽ നമുക്ക്, അല്ലെങ്കിൽ കൈപ്പേറിയ അനുഭവങ്ങൾ മറ്റാരെങ്കിലും നമുക്ക് കിട്ടിയത് മൂലം പ്രാർത്ഥിക്കാനും സന്ധ്യാപ്രാർത്ഥനയില്ല, ഞായറാഴ്ച കുർബാനയില്ല, വചനം വായിക്കാൻ പറ്റുന്നില്ല, ധ്യാനങ്ങളെ പങ്കുചേരാൻ പറ്റുന്നില്ല. പക്ഷേ ഇന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും മാനസാന്തരമില്ലാതെ ഇരിക്കുന്നവരുണ്ട്, അവർക്കൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ഇന്ന് അവരെല്ലാം നമുക്ക് സമർപ്പിക്കാം. ഇനി നമുക്കത് പറ്റുന്നില്ലേ, ഈ കുരിശിൻ്റെ വഴിയിൽ കർത്താവെ, എനിക്ക് ഈശോയെ സ്നേഹിക്കാൻ ഒരു കൂട്ടുകാരനോടെന്ന പോലെ പ്രാർത്ഥിക്കാൻ വേണ്ട കൃപ എനിക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും രോഗങ്ങളും നമ്മുടെ ദയനീയ അവസ്ഥകളും പരാജയങ്ങളും വിജയങ്ങളും, നിങ്ങളിനി എക്സ്ട്രാ ഏതെങ്കിലും രീതിയിൽ പ്രാർത്ഥനകളുണ്ടെങ്കിൽ അതെല്ലാം കുരിശിന് വഴി സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. സർവശക്തനായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ ബലിയായി തീർന്ന അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. നിത്യനായ ദൈവമേ, ഈ ലോകത്തിലുള്ള ഓരോരുത്തരുടെയും പാപത്തിന് വേണ്ടി അവിടുന്ന് പരിഹാരം ചെയ്തല്ലോ. ദൈവമേ, ഞങ്ങൾ ഈ കുരിശിൻ്റെ വഴിയിൽ ഞങ്ങൾ പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഞങ്ങളുടെ സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, വേദനകൾ, ആകുലതകൾ, കടബാധ്യത, ഞെരുക്കം, മക്കളില്ലാത്ത അവസ്ഥകൾ, ജീവിതത്തിൽ പാപഭാരങ്ങൾ, തഴക്കദോഷങ്ങൾ, വ്യഭിചാരം, മദ്യപാനം, പുകവലി, എല്ലാ മേഖലകളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവിടുത്തെ കുരിശ് മരണത്തിൻ്റെ അനന്തയോഗ്യതയാൽ ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 1-ാം സ്ഥലം, ഈശോ മിശിഹായെ മരണത്തിന് വിധിക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. പീലാത്തോസിൽ അരമന നമ്മുടെ മുമ്പിൽ ഇതാ. അവിടെ കർത്താവ് വിധി കാത്തു നിൽക്കുകയാണ്. ഒരു തെറ്റും ചെയ്യാതെ നന്മ മാത്രം ചെയ്ത കർത്താവ് ഇതാ പീലാത്തോസിന് മുമ്പിൽ നിൽക്കുന്നു. അവിടുന്ന് ഒരു അക്ഷരം മിണ്ടുന്നില്ല. ചമ്മട്ടിയടിയേറ്റും മുൾമുടി ധരിച്ചും വികൃത രൂപത്തിൽ നിൽക്കുന്ന ഈശോയെ കാണാം. കുരിശ് മരണം ഏറ്റെടുക്കാൻ നിൽക്കുമ്പോൾ, ദൈവമേ, ഇതുപോലെ എത്രയോ സഹനത്തിലൂടെ കടന്നു പോകുന്നു ഞാൻ. എത്ര പ്രാർത്ഥിച്ചിട്ട് ഉത്തരമില്ലാത്തത്, എത്ര സ്ഥലങ്ങളിൽ പോയി. ഈശോയെ, ഇതാ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. എൻ്റെ മകൻ്റെ മാനസാന്തരം, എൻ്റെ ഭർത്താവിൻ്റെ മാനസാന്തരം, ഭാര്യയുടെ കണ്ണുനീർ, കുടുംബത്തിൽ വീഴുന്ന കണ്ണുനീരിൻ്റെ കണക്കുകൾ ഭാര്യയുടെ മാത്രമല്ല, സകലരുടെയും. ഒരു തെറ്റും ചെയ്യാതെ നിശബ്ദമായി സഹിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഞങ്ങളുടെ പ്രാർത്ഥനകൾ, നിയോഗങ്ങൾ സമർപ്പിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണം. സമർപ്പിക്കുന്ന കർത്താവെ, ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ
സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. രണ്ടാം സ്ഥലം, ഈശോ മിശിഹ കുരിശ് ചുമക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങളങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഒരു തെറ്റും ചെയ്യാത്ത ഈശോയെ പീലാത്തോസ് അന്യായമായി വിധിച്ചു. ഭാരമുള്ള മരക്കുരിശ് ഈശോയുടെ തോളിലേക്ക് വെച്ചു കൊടുത്തു. ഇതാ മുൾക്കിരീടം ധരിച്ച് തോളിൽ കുരിശ് മാറ്റി നടന്നു നീങ്ങുന്ന ഈശോ മനുഷ്യൻ്റെ പാപത്തിൻ്റെ ഭാരം മുഴുവൻ ചുമക്കുന്ന കർത്താവ്. ഈശോയെ, ഈ പ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് താങ്ങാൻ പറ്റാത്ത ഭാരം, ദുഃഖങ്ങൾ എനിക്ക് തളം കെട്ടി നിൽക്കുകയാണ് കർത്താവ്. മക്കളെ ഓർത്തിട്ടുള്ള ഉത്കണ്ഠകൾ, അവരുടെ വിവാഹം, അവരുടെ ഭാവി ജീവിതം, അതുപോലെ അവരുടെ ജോലി, ഭർത്താവിൻ്റെ വലിയ കടബാധ്യത, കുടുംബത്തിൻ്റെ പ്രാരാബ്ദങ്ങൾ, വീട്ടിൽ ഒന്നിനു പറയുക ഒന്നായ രോഗങ്ങൾ, പീഡകൾ, അസ്വസ്ഥതകൾ, ബിസിനസ് പരാജയം, കൃഷി പരാജയം, ജോലി നഷ്ടങ്ങൾ, വലിയ ക്ലേശത്തിലൂടെ കടന്നു പോവുകയാണ്. എഴുന്നേൽക്കുമ്പോൾ നിവർന്ന് നിൽക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ ചുമലിൽ വലിയ ഭാരമാണ്. നടക്കാൻ പറ്റുന്നില്ല കർത്താവേ. എല്ലാ ഭാരങ്ങളും ഈശോയെ അവിടുത്തെ കുരിശോട് ചേർത്ത് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണം കർത്താവെ, സഹായിക്കണം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുത്. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. മൂന്നാം സ്ഥലം, ഈശോ മിശിഹ ഒന്നാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈശോയെ, ഭാരമേറിയ കുരിശും ചുമന്നുകൊണ്ടുള്ള ആ യാത്രയിൽ അവിടെ നിന്ന് മുട്ടുകുത്തി നിലത്ത് വീണത് ഞാൻ ഓർക്കുകയാണ് കർത്താവേ. എൻ്റെ ജീവിതഭാരം, ക്ലേശങ്ങൾ പലപ്പോഴും എന്നെ നിലത്തേക്ക് വീഴിക്കാൻ തക്ക വിധത്തിൽ അത്ര കഠിനമാണ്. ആരോട് പറയാൻ കർത്താവ് എൻ്റെ ദുഃഖങ്ങൾ, എൻ്റെ സങ്കടങ്ങൾ? പുറമേ നിന്ന് നോക്കുന്നവർ പറയും, എന്താ അവർക്കൊരു കുറവ്? ഇഷ്ടംപോലെ സമ്പത്ത്, ജീവിത സൗകര്യങ്ങൾ, മക്കൾ, വാഹനങ്ങൾ, ബിസിനസ് സാമ്രാജ്യങ്ങൾ. പക്ഷേ എൻ്റെ ഉള്ളിൽ വലിയ ഭാരമാണ്. മറ്റു ചിലർക്ക് ഒന്നുമില്ല, മുമ്പോട്ട് പോകാൻ ഒരു ചെറിയ കച്ചത്തിരിവ് പോലും ഇല്ല. മുമ്പിൽ എല്ലാ വാതിലും കൊട്ടി അടയ്ക്കപ്പെട്ടു. ദൈവമേ, ഉള്ളവർക്കുള്ളതിനെ കുറിച്ചുള്ള ദുഃഖങ്ങൾ പലപ്പോഴും വീഴുകയാണ്. ഭർത്താവ് മനസ്സിലാക്കുന്നില്ല, ഭാര്യ മനസ്സിലാക്കുന്നില്ല, മക്കൾ മനസ്സിലാക്കുന്നില്ല. ഓടിയതും ഓടുന്നതും വ്യർത്ഥമാകുന്നത് പോലെ അതെല്ലാം കർത്താവെ ഉള്ളിൽ വെച്ച് ഞാൻ പലപ്പോഴും തളർന്ന് വീഴുകയാണ്. ഒരാൾ പോലും ആശ്വസിപ്പിക്കാനില്ല. ദൈവമേ, എൻ്റെ സങ്കടങ്ങൾ സമർപ്പിക്കുന്നതോടൊപ്പം ഞാൻ എൻ്റെ അവസ്ഥകളും എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളും ഇപ്പോൾ ഞാൻ കടന്നു പോകുന്ന കൈപ്പേറിയ ആ സാഹചര്യങ്ങളെ സമർപ്പിക്കുക.
പ്രത്യേകിച്ച് കുടുംബത്തിൽ മക്കൾ ജനിക്കുന്നില്ല, വീട് പണിയാൻ പറ്റുന്നില്ല, വിദേശത്തേക്ക് പോകാൻ പറ്റുന്നില്ല, ജോലി ലഭിക്കുന്നില്ല, സ്ഥലം വയ്ക്കാൻ പറ്റുന്നില്ല, കടബാധ്യത മാറുന്നില്ല. എല്ലാ സങ്കടങ്ങളും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുക. വീഴ്ചയിൽ നിന്ന് കൈപിടിച്ച് ഉയർത്തണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സുഖത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ദരിദ്രത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. നാലാം സ്ഥലം, ഈശോ മിശിഹ വഴി വിളിച്ച് തൻ്റെ മാതാവിനെ കാണുന്നു. ഈശോ മിശിഹായെ, ഞങ്ങളങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കുരിശ് യാത്ര ഇതാ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. സങ്കടകരമായ, ഹൃദയം ഭേദിക്കുന്നൊരു കാഴ്ച. 10 മാസം നൊന്ത് പ്രസവിച്ച് ജന്മം നൽകിയ സ്വന്തം പുത്രനെ കൊലക്കളത്തിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോകുന്ന അദാരുണമായ കാഴ്ച കണ്ട് വിങ്ങിപ്പൊട്ടുന്നൊരു മാതൃഹൃദയം. ഈശോയെ, സഹിക്കാൻ പറ്റാത്ത വേദനയാണ്. പരിശുദ്ധ അമ്മ ആ കണ്ണുകളിൽ നിന്ന് ഒഴുകിയത് കണ്ണുനീരല്ല, ചുടുരക്തം. ദൈവമേ, ഇതുപോലെ ഇന്ന് പല കുടുംബങ്ങളിലും മാതാപിതാക്കൾ തങ്ങളുടെ മക്കളുടെ ദുർസ്വഭാവത്തെ ഓർത്ത് കരയുന്നുണ്ട്. അനുസരണക്കേടിൻ്റെ മക്കള്, വഷള സ്വഭാവം, നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ലഹരിയുടെ അടിമത്തങ്ങൾ, തെറ്റായ സ്നേഹബന്ധങ്ങൾ, പ്രേമ കൂട്ടുകെട്ടുകൾ. വിവാഹത്തിന് മുമ്പ് തന്നെ പല വിധത്തിലുള്ള തിന്മകളും അശുദ്ധിയിലും വീണ് വിദ്യാഭ്യാസം പകുതി വെച്ച് നിർത്തി, ജോലിയില്ല, കുടുംബത്തിൽ വീട്ടിൽ മുറിയിൽ കയറി വാതിലടച്ച്, ദൈവവിശ്വാസമില്ല, ഭക്തിയില്ല, പ്രാർത്ഥനയില്ല, വചനവായനയില്ല, ആരാധനയില്ല, കുമ്പസാരമില്ല, ഇങ്ങനെ ഇരിക്കുന്ന മക്കൾ. അതുപോലെ ജീവിത പങ്കാളിമാർ, സഹോദരങ്ങൾ, ബന്ധുക്കൾ, മിത്രങ്ങൾ, അവരെ ഓർത്ത് കരയുന്ന ഓരോരുത്തരെയും ഹൃദയം ഭേദിക്കുന്ന വേദനകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇതാ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുറവുകളെല്ലാം എടുത്ത് ഞങ്ങൾ അനുഗ്രഹിക്കണം. എന്നിട്ട് ഞങ്ങളുടെ മേൽ, തലമുറകളുടെ മേൽ അവിടുത്തെ അനുഗ്രഹം വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സുഖത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ദരിദ്രത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 5-ാം സ്ഥലം, ശിമിയോൻ ഈശോയെ സഹായിക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈശോ തളർന്ന് അവശനായി, കുരിശ് ചുമക്കാൻ പറ്റുന്നില്ല, ഒരു കാല് മുമ്പോട്ടെടുത്ത് വെക്കാൻ പറ്റാത്ത വിധത്തിൽ രക്തം വാർന്നു, തല കറങ്ങുന്നു. സങ്കീർത്തനത്തിൽ 22-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ എന്നെ നാവ് അണ്ണാക്കിനോടൊട്ടി, എന്നെ നാവ് അണ്ണാക്കിനോടൊത്തി. ഒരിറ്റ് വെള്ളം പോലും പകർന്നാരുമില്ല. സങ്കീർത്തനം 123:3 പറയുന്നത് പോലെ അവർ എൻ്റെ മുതുകിൽ ഉഴുതു, നീളത്തിൽ ഒഴിവുചാലുകൾ കീറി.
തുപ്പലിൽ നിന്നും നിന്ദയിൽ നിന്നും മുഖം മറയ്ക്കാതെ എല്ലാ സഹനങ്ങളും എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി സഹിച്ചുകൂടെ നടന്നു ഈശോയെ, വീണ്ടും ഞാൻ അങ്ങേക്ക് ഭാരപ്പെടുത്തുകയാണല്ലോ. എൻ്റെ കഠിനമായ ഹൃദയം, എൻ്റെ കോപം, എൻ്റെ അവിശ്വസ്തത, എൻ്റെ തെറ്റായ ജീവിത രീതികളെല്ലാം കർത്താവെ അവിടുത്തെ ഭാരപ്പെടുത്തുന്നു. കർത്താവെ എല്ലാം ഉപേക്ഷിച്ച് അങ്ങയുടെ കൈ പിടിച്ച് നടക്കാൻ വേണ്ട കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം എൻ്റെ മക്കള്, എൻ്റെ കുടുംബം, ജീവിത സാഹചര്യങ്ങൾ, ഇപ്പോൾ ഞാൻ കടന്നു പോകുന്ന കണ്ണുനീര്, കടഭാരം, വാടക വീട്ടിൽ കിടന്ന് സങ്കടപ്പെടുന്ന കാര്യങ്ങൾ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. എൻ്റെ സ്ഥലമൊന്ന് വിറ്റാൽ, എൻ്റെ കാര്യങ്ങളൊന്ന് ക്രമീകരിക്കാൻ പറ്റുന്ന വിധത്തിൽ കർത്താവ് എന്നെ സഹായിക്കണം. എല്ലാം ഞാൻ അങ്ങയുടെ സ്ഥലത്തേക്ക് സമർപ്പിക്കുക. ഹൃദയം തുറന്ന് സമർപ്പിക്കുന്ന കർത്താവേ, സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ആറാം സ്ഥലം വെറോനിക്ക മിശിഹായുടെ തിരുമുഖം തുടയ്ക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ദൈവഭക്തിയും തീഷ്ണതയും സഹതാപ ഹൃദയമുള്ള വെറോനിക്ക ഈശോയെ കണ്ടപ്പോൾ അവളുടെ ഹൃദയം ഒത്തിരിയേറെ വേദനിച്ചു. ഈശോ തളർന്ന് വീഴുന്നതും ഒരിറ്റി വെള്ളം പോലും തൊട്ട് നാവിൽ കൊടുക്കാൻ ആരുമില്ലാത്തൊരവസ്ഥ കണ്ട് അവൾ ഇതാ ഈശോയുടെ സ്ഥലത്തിലേക്ക് ഓടിയെത്തുകയാണ്. ആ മുഖം ചോര നിറഞ്ഞു നിന്നിരുന്ന ആ മുഖം അവൾ തുവാല കൊണ്ട് ഒപ്പിയെടുത്തു. ഈശോയുടെ മുഖം ആ തുവാലിൽ പതിയാൻ തക്ക വിധത്തിൽ കർത്താവിന് സ്നേഹം ഒഴുകി. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ തകർച്ചകളുണ്ട്. പലപ്പോഴും ആരെങ്കിലും എന്നെ സഹായിച്ചിരുന്നെങ്കിലും ഞാൻ ആഗ്രഹിച്ചു. ആരും സഹായിക്കാത്ത അവസ്ഥയോർത്ത് ഞാനിന്ന് വേദനിക്കുകയാണ്. എന്നാൽ കർത്താവേ, എൻ്റെ എല്ലാ അവസ്ഥകളിൽ നിന്ന് എന്നെ സഹായിക്കണം. അവിടുന്ന് കടന്നു വരും എന്ന് വിശ്വസിക്കുന്നു. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുക, അവിടെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഏഴാം സ്ഥലം ഈശോ മിശിഹ രണ്ടാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈശോയെ, അവിടുന്ന് രണ്ടാം പ്രാവശ്യം കുരിശിൽ കൊണ്ട് നിലത്ത് വീണത് എൻ്റെ ഈ ലോക ജീവിതത്തിൽ ഞാൻ വരുത്തി വെച്ചിട്ടുള്ള ദൈവനിഷേധം, പാപം, അശുദ്ധി, ഇതെല്ലാമാണല്ലോ കർത്താവ്. പ്രത്യേകിച്ച് ദൈവകൽപ്പനകളുടെ ലംഘനങ്ങൾ. തലമുറകളായിട്ട് മന്ത്രവാദം, കൂടോത്രം, ക്ഷുദ്രപ്രയോഗങ്ങൾ, ആഭിചാരം, കൈവശം, കുട്ടിച്ചാത്ത സേവ, കടപ്പറ്റ സേവ, വെച്ച് പൂജ, ബ്ലാക്ക് മാസ്, അതുപോലെ
അതിനോടനുബന്ധിച്ച് മറ്റ് പലതരത്തിലെ തിന്മകൾ തലമുറകളായിട്ട് 7 തലമുറകളായി ചെയ്തു കൂട്ടിയ ദൈവനിഷേധ പ്രവൃത്തികളെ ഓർക്കാണ് കർത്താവേ. ഇന്ന് കുടുംബമായി തകർന്ന് തരിപ്പണമാകാൻ കർത്താവെ കാരണമാക്കിയ ദൈവകൽപ്പന ലംഘനത്തെ ഓർത്ത് ഞാൻ മനസ്തപിക്കുന്നു. കരുണ തോന്നണ കർത്താവെ, എൻ്റെ എല്ലാ കടകളെ വിളച്ച് എന്നെ കൈപിടിച്ച് ഉയർത്തി എല്ലാ മേഖലകളിലും ഉയർച്ച നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സുരത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുത്, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 8ാം സ്ഥലം, ഈശോ മിശിഹ ഓർസ്ലേം നഗരത്തിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഓർസ്ലേത്തിന് തിരുവീതിയിലൂടെ കുരിശും വഹിച്ചുകൂടെ നടന്നു പോകുന്ന കർത്താവിനെ കണ്ടപ്പോൾ അവിടെ ഉണ്ടാകുന്ന സ്ത്രീജനങ്ങൾ വാവിട്ട് നിലവിളിച്ചു. അവരുടെ ഹൃദയം സഹതാപാർത്തിരമായി. കർത്താവ് അവരെ നോക്കി പറയാ, നിങ്ങൾ എന്നെ നോക്കി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും തലമുറകളെയും മക്കളെയും ഓർത്ത് എൻ്റെ സന്നിധിയിൽ വിലപിക്കുവിൻ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ കുടുംബം തകർച്ചയിലാണെങ്കിൽ എൻ്റെ തലമുറകളെ നോക്കി വിലപിക്കാം. പാപത്തോടെ മരിച്ച് ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്നവർക്ക് വേണ്ടി നിലവിളിക്കുക, പ്രാർത്ഥിക്കുക. ഈശോയെ, ഞങ്ങളെ നശിപ്പിക്കാൻ തക്ക വിധത്തിൽ ഞങ്ങളുടെ തലമുറകളിൽ വന്നിട്ട് എല്ലാ വീഴ്ചകളെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ കർത്താവെ. കടവെല്ലാം വിളച്ച് കൂടുതൽ തീക്ഷ്ണതയും ശക്തിയും നൽകി വലിയ ഉയർച്ചയും വിടുതലും നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സുരത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുത്, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 9ാം സ്ഥലം, ഈശോ മിശിഹ 3ാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈശോയെ, അവിടുത്തെ 3ാം പ്രാവശ്യം വീണത് എൻ്റെ പാപങ്ങളുടെ കാഠിന്യം കൊണ്ടാണല്ലോ. കർത്താവേ, ഇന്ന് പ്രമാണ ലംഘനങ്ങളോടൊപ്പം തിരുസഭയ്ക്കെതിരെ, വൈദികർക്കെതിരെ, സമർപ്പിതർക്കെതിരെ, അധ്യാപകർക്കെതിരെ, ജീവിത പങ്കാളി, മക്കൾ, അവർക്കെതിരെ എല്ലാം സംസാരിച്ച് കർത്താവെ അങ്ങ് വേദനിപ്പിച്ചു. കർത്താവെ, അതുപോലെ ജഡത്തിൻ്റെ ആസക്തി, മദ്യപാനം, പുകവലി, ഹാൻസ്, ലഹരി വസ്തുക്കൾ, അടിമത്തങ്ങൾ, അതുപോലെ വിഷയാസക്തി, സ്വയംഭോഗം, സ്വവർഗഭോഗം, വ്യഭിചാരവും, അശുദ്ധിയും, മ്ലേച്ഛതയും, ബ്ലൂബലിയും എല്ലാം ഞാൻ വീണുപോയി. കർത്താവെ, ഈ വീഴ്ചകളിൽ നിന്ന് എന്നെയും എൻ്റെ തലമുറകളെയും കൈപിടിച്ച് ഉയർത്തണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സുരത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുത്, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി,
കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 10-ാം സ്ഥലം, ഈശോ മിശിഹായുടെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങളങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കാൽവരി മലയുടെ നെറുകയിലെത്തിയപ്പോൾ രക്തത്തിൽ ഒട്ടിപ്പിടിച്ചിരുന്ന വസ്ത്രങ്ങൾ അവർ ഉരിഞ്ഞു മാറ്റി, നഗ്നനാക്കി. ഈശോയെ പരിഹാസ രാജാവിനെ പോലെ അവർ മുമ്പിൽ നിർത്തി. കർത്താവേ, എൻ്റെ മ്ലേച്ഛകരമായ ജീവിതത്തിന് പരിഹാരം അവിടുന്ന് ചെയ്തല്ലോ. അവിടുന്ന് തന്നെ നഗ്നനാക്കിക്കൊണ്ട് എൻ്റെ അശുദ്ധ ജീവിതത്തിന് പരിഹാരം ചെയ്തു. ഇന്ന് കർത്താവെ, വീണ്ടും ഞാൻ അങ്ങേ വേദനിപ്പിക്കുമ്പോൾ ഈ പ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുക, എൻ്റെ വീഴ്ചകളെ ഓർത്ത് ഞാൻ അനുദപിക്കുന്നു. കർത്താവെ, സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവനന്തപുരത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 11-ാം സ്ഥലം, ഈശോ മിശിഹായെ കുരിശിൽ തറയ്ക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങളങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. വസ്ത്രങ്ങൾ ഒരിഞ്ഞെടുത്ത കർത്താവിനെ അവർ കൈകളും കാലുകളും തൂക്കിയെടുത്ത് ആ മരക്കുരിശിലേക്ക് ഇട്ടു. എന്നിട്ട് രക്തം വാർന്ന് കൂഞ്ഞിക്കൂടി കൊച്ചി പിടിച്ചിരുന്ന കൈകൾ ആണിപ്പഴുതിലേക്ക് വലിച്ചു നീട്ടി. എന്നിട്ട് ആ പച്ചയായ മാംസത്തിൽ അവിടുന്ന് ആണിയടിച്ച് കയറ്റി. അവിടുന്ന് വാവിട്ട് നിലവിളിച്ച്, കർത്താവേ, ഇന്ന് ഞാൻ വേദനിക്കുകയാണ്. കർത്താവേ, എൻ്റെ അസ്ഥി ഒടിയുന്ന തക്ക വിധത്തിൽ വലിയ ഭാരം എനിക്കുണ്ട്. വലിയ ഭാരം, ആരോടും പറയാത്ത ദുഃഖങ്ങൾ, സങ്കടങ്ങൾ, മുമ്പോട്ട് പോകാൻ പറ്റാതെ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്നവർ, ഉള്ളിൽ ചങ്ക് പൊട്ടുന്ന വേദനയോടെ പ്രാർത്ഥിച്ച മക്കളെ, എത്ര വലിയ വേദനയാണെങ്കിലും കുരിശിതനായ കർത്താവ്, കുരിശിതറയ്ക്കപ്പെട്ട കർത്താവ് നിന്നെ കൈപിടിച്ചുയർത്തും. ഉറപ്പ്, അവിടുന്ന് നമ്മളെ സഹായിക്കുക തന്നെ ചെയ്യും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവനന്തപുരത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 12-ാം സ്ഥലം, ഈശോ മിശിഹാ കുരിശിൽ തൂങ്ങി മരിക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. 2 കള്ളന്മാരുടെ നടുവിൽ അവിടുത്തെ കുരിശിൽ തറച്ചു. കുരിശിൽ കിടന്നുകൊണ്ട് അവിടുന്ന് വാവിട്ട് നിലവിളിക്കുക, കർത്താവേ, ഇന്ന് ഈശോയെ പോലെ ഈ ലോകത്തിൽ ഒരു രക്ഷയുമില്ല, ഒരു കാര്യത്തിനും രക്ഷയില്ല. വാവിട്ട് നിലവിളിക്കുന്ന ഈ വൈതലെ, നീ വലതുവശത്ത് കിടക്കുന്ന കള്ളന്റെ നേരെ നോക്കുക. അവൻ വിളിച്ചു പറഞ്ഞു, കർത്താവേ, ദാവീദിന്റെ പുത്ര, അവിടുന്ന്
പരദീസയിലായിരിക്കും എന്നെ ഓർക്കണം. ഇപ്പോൾ നീ പ്രാർത്ഥിച്ച്, കർത്താവേ, എൻ്റെ കടബാധ്യത, എൻ്റെ ജോലി തടസ്സങ്ങൾ, വിദേശയാത്ര തടസ്സങ്ങൾ, വീടില്ല, മക്കളുടെ അനുസരണക്കേട്, മദ്യപാനം, ആത്മഹത്യയെക്കുറിച്ചുള്ള ചിന്തകൾ, ജീവിതം തകർന്ന അവസ്ഥ, എട്ടമ്പലം തിരിയാൻ പറ്റാത്ത അവസ്ഥ, എന്നെ രക്ഷിക്കണമേ അപ്പാ, രക്ഷിക്കണമേ എന്ന് ഭാവിട്ട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയം ഈശോ ഇപ്പോൾ നിന്നെ സഹായിക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സുലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 13-ാം സ്ഥലം, ഈശോ മിശിഹായുടെ മൃതദേഹം മാതാവിന്റെ മടിയിൽ കിടത്തുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ജീവൻ നെറ്റുപോയ വിറങ്ങലിച്ച മൃതശരീരം, ഈശോയുടെ മൃതശരീരം പരിശുദ്ധമ്മയുടെ മടിയിൽ കിടത്തിയപ്പോൾ ആ ഹൃദയം എത്രമാത്രം വേദനിച്ചു. കർത്താവെ, ഇതുപോലെ തകർന്നിരിക്കുന്ന അവസ്ഥയാണ് എൻ്റേത്. എൻ്റെ സങ്കടം ആരോടും പറയാൻ പറ്റാത്ത വിധത്തിൽ സങ്കടം, അതുമല്ലെങ്കിൽ മറ്റ് പലതരത്തിൽ എന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ അസ്വസ്ഥതകളെയും പരിശുദ്ധ അമ്മയോടൊപ്പം ഞാനും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സുലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 14-ാം സ്ഥലം, ഈശോ മിശിഹായുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. അനന്തരം പീലാത്തോസിന്റെ അനുവാദത്തോടെ റാംസാഖാരനായ യോസേഫ്, നിക്കോദെമോസ്, മറ്റെല്ലാവരും ചേർന്ന് ഈശോയുടെ മൃതശരീരം സുഗന്ധദ്രവ്യം പൂശി കല്ലറയിൽ സംസ്കരിച്ചു. കർത്താവെ, എൻ്റെ ശരീരത്തിലും ഹൃദയത്തിലും ഞാൻ ചെയ്ത പാപങ്ങൾ ഈശോയുടെ ഒപ്പം ഞാനും ഇന്ന് സംസ്കരിക്കുകയാണ്. ഒരു ഉദ്ധാനം നൽകാൻ തക്ക വിധത്തിൽ ഒരു ഉയർപ്പ്, ഒരു പ്രകാശം സ്വീകരിക്കാൻ എന്നെ സഹായിക്കണമേ. കർത്താവെ, ഈ കുരിശിന് വഴിയിലൂടെ കടന്നു പോയപ്പോൾ എനിക്ക് തന്ന അനുതാപം, സങ്കടം, പാപബോധം അതെല്ലാം ഏറ്റുപറയാൻ തക്ക വിധത്തിൽ എന്നെ സഹായിക്കണമേ. എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ തലമുറയെയും അനുഗ്രഹിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സുലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. സമാപന പ്രാർത്ഥന. കർത്താവെ, ഈ സമാപന പ്രാർത്ഥനയിൽ ഞാൻ എൻ്റെ എല്ലാ വേദനകളും സമർപ്പിച്ചതോടൊപ്പം എന്നെ വേദനിപ്പിച്ചവർ, സങ്കടപ്പെടുത്തിയവർ,
ആഴത്തിൽ മുറിവേൽപ്പിച്ചവരൊക്കെയുണ്ട്. എല്ലാവരോടും ഞാൻ ക്ഷമിച്ച് പ്രാർത്ഥിക്കാം കർത്താവേ. ആരോടും എനിക്ക് വെറുപ്പില്ല, വിദ്വേഷമില്ല. വഞ്ചിച്ചവരുണ്ട്, ചതിച്ചവരുണ്ട്, വിശ്വസിച്ച് കൂടെ നിർത്തിയവർ നമ്മളെ ഒന്നുമല്ലാത്ത പോലെ ആക്കിയിട്ടുണ്ട്. ഇന്ന് എൻ്റെ സഹനത്തിന് കാരണം പലരുമാണ്, എൻ്റെ പരാജയത്തിന് കാരണം പലരുമാണ്, എന്നെ ഒരു പരിഹാസപാത്രമാക്കിയവർ പലരുമാണ്. എല്ലാവരും ക്ഷമിക്കുന്ന കർത്താവേ, ഈ ഒരു ക്ഷമ എൻ്റെ കുടുംബത്തിൻ്റെ അനുഗ്രഹത്തിനും എൻ്റെ തലമുറയുടെ അനുഗ്രഹത്തിനും കാരണമാകട്ടെ കർത്താവേ. എനിക്ക് മുമ്പേ എൻ്റെ തലമുറയിൽ നിന്ന് വേർപിരിഞ്ഞു പോയ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുവനന്തപുരത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമേൻ. കർത്താവിന്റെ സന്നിധിയിലെല്ലാം സമർപ്പിക്കാം. ഒരു മനസ്താപ്രവർത്തനം ചൊല്ലി പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നമുക്ക് ദൈവിക ആരാധനയിലേക്ക്, വിടുതൽ ആരാധനയിലേക്ക് പ്രവേശിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 30-ാം ദിവസം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്തവരുണ്ട്, ദൈവത്തെ ആരാധിക്കാൻ പറ്റാത്തവരുണ്ട്, വിശുദ്ധ ബലി പങ്കുചേരാൻ പറ്റാത്തവരുണ്ട്, കുർബാനയോട് വിരോധമുള്ളവരുണ്ട്, കുമ്പസാരക്കൂടിനോട് വെറുപ്പുള്ളവരുണ്ട്, ദൈവവചനം വായിക്കാൻ പറ്റാത്തവരുണ്ട്, കൂദാശകളൊന്നും സ്വീകരിക്കാൻ പറ്റുന്നില്ല, തിരുസഭയോട് വിരോധമുള്ളവരുണ്ട്. കർത്താവേ, ഇതെല്ലാം കർത്താവ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത് അങ്ങേ ആരാധിക്കാൻ വേണ്ടിയാണ്. ദൈവത്തെ ആരാധിക്കാൻ തടസ്സപ്പെടുത്തുന്ന സകല കാര്യങ്ങൾ ഞങ്ങൾ വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത് കാര്യങ്ങൾ തടസ്സം വരുന്നത്, നിരീക്ഷിച്ച ചിന്ത വിട്ടു മാറിപ്പോകണം, യുക്തിചിന്ത വിട്ടു മാറിപ്പോകണം. കർത്താവിന് നല്ല നിഷ്കളങ്കമായ ഹൃദയത്തോടെ പ്രാർത്ഥിക്കാൻ വേണ്ടി, അഭിഷേകത്തിന് വേണ്ടി ഇന്ന് നമുക്ക് കർത്താവിനോട് യാചിക്കാം. 1 ദിനവൃത്താന്തം 16-ാം അധ്യായം 36-ാമത്തെ തിരുലിഖിതം. ഞങ്ങളെ മോചിപ്പിക്കണമേ, ജനതകളുടെ ഇടയിൽ നിന്ന് ഞങ്ങളെ വീണ്ടെടുത്ത് ഒരുമിച്ച് കൂട്ടണമേ. ഞങ്ങൾ അങ്ങയുടെ വിശുദ്ധ നാമത്തിന് നന്ദി പ്രകാശിപ്പിക്കട്ടെ. അങ്ങയെ സ്തുതിക്കുന്നത് ആണ് ഞങ്ങളുടെ അഭിമാനം. ഇസ്രായേൽ ദൈവമായ കർത്താവ് അനാദി മുതൽ അനന്തത വരെ വാഴ്ത്തപ്പെട്ടവൻ എന്ന് പറയുവിൻ. കർത്താവ്, എനിക്ക് പറയാൻ മരിക്കുന്നോടം വരെയും ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാൻ, എൻ്റെ അവസാന ശ്വാസത്തിൽ ഈശോ മറിയം യൗസേപ്പേ എന്ന പ്രാർത്ഥന ചൊല്ലി എൻ്റെ ആത്മാവിനെ ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കാൻ തക്ക വിധത്തിൽ വിശ്വാസവും പ്രാർത്ഥനയും അഭിഷേകവും ദൈവിക ചിന്തയും ദൈവവചനവും കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. 2 കരങ്ങൾ ഉയർത്തി പിടിക്കാം. കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഉച്ചത്തിൽ സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കെ സ്തുതിക്കട്ടെ, ഉറക്കെ സ്തുതിക്കട്ടെ. കർത്താവിന്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂട്ടം പോലെയാണ്. ഇന്ന് ഇവരുടെ കുടുംബത്തെയും ദൈവ നിഷേധത്തിന്റെയും യുക്തിചിന്തയുടെയും വഴിയിലൂടെ കടത്തിവിടുന്ന അന്ധകാര ശക്തിയോട് കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നാരക സ്നേഹിയോട് കൽപ്പിക്കുന്നു. ഇതാ കർത്താവ് പ്രവർത്തിക്കുന്ന ദിവസം ദുഷ്ടൻ നിങ്ങളുടെ ചാരം പോലെ ആകട്ടെ. 2 കാര്യങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു. അന്ധകാര ശക്തികൾ വിട്ടുപോകട്ടെ. ദൈവനിഷേധവും യുക്തിചിന്തയും യേശുവിൻ നാമത്താൽ തകരട്ടെ. ദൈവനിഷേധവും യുക്തിചിന്തയും യേശുവിൻ നാമത്താൽ തകരട്ടെ. രാജനാഭിഷേകം, ഭൂവിലെങ്ങും നിറയട്ടെ. രാജാതിരാജനാഭിഷേകം നിറയട്ടെ. ദൈവനിഷേധവും യുക്തിചിന്തയും യേശുവിൻ നാമത്താൽ തകരട്ടെ. ദൈവനിഷേധവും യുക്തിചിന്തയും
യേശുവിൻ നാമത്താൽ തകരട്ടെ. രാജാതിരാജനാം മിശിഹാനാഥ നിൻ നാമം ഭൂവിലെങ്ങും നിറയട്ടെ. പ്രാർത്ഥിക്കുന്നു. രാജാതിരാജനാം മിശിഹാനാഥ നിൻ നാമം ഭൂവിലെങ്ങും നിറയട്ടെ. നിൻ നാമം ഭൂവിലെങ്ങും നിറയട്ടെ.